വോട്ട് കൊള്ള ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്ത് വന്നു. ആദ്യ വാർത്താ സമ്മേളനത്തിൽ ദുരൂഹമായ വോട്ട് ചേർത്തതിനെക്കുറിച്ചാണ് രാഹുൽ പറഞ്ഞതെങ്കിൽ ഇക്കുറി വോട്ടുകൾ നീക്കം ചെയ്തതാണ് വിശദീകരിച്ചത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അനധികൃതമായി വോട്ടേഴ്സിനെ ഒഴിവാക്കിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കർണാടകയിലെ അലന്ത് മണ്ഡലമാണ് അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ 6018 വോട്ടുകൾ ആരോ നീക്കം ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. This constituency in Karnataka, 6,018 votes. Somebody tried to delete 6,018 votes. We don't know the total number of votes that were deleted in Anand in the 23 election. They're much higher than 6,018. Somebody got caught deleting 6,018 votes. ബന്ധപ്പെട്ടവരുടെ അറിവില്ലാതെയാണ് വോട്ട് നീക്കം ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പരാതിക്കാരെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കർണാടക CID 18 തവണ വിവരങ്ങൾ ചോദിച്ചിട്ടും നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ട് കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്നു എന്നതിന് തെളിവാണെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. പൊതുജനങ്ങളിൽ ആർക്കും ഓൺലൈനായി വോട്ട് നീക്കം ചെയ്യാനാകില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. രാഹുലിന്റെ ബീഹാറിലെ യാത്രയ്ക്കെതിരെ അമിത്ഷാ രംഗത്തു വന്നു. രാഹുൽ നടത്തിയത് നുഴഞ്ഞുകയറ്റ സംരക്ഷണ യാത്രയെന്നാണ് അമിത്ഷായുടെ പ്രതികരണം ഉണ്ടായത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, നേരത്തെ ഒരു ഹൈഡ്രജൻ ബോംബുണ്ട്, അത് പൊട്ടിക്കും എന്ന് പറഞ്ഞാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇന്നിപ്പോൾ ആ രീതിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി. ഇത്തവണ പറഞ്ഞത് ചില വോട്ടുകൾ പട്ടികയിൽ നീക്കം ചെയ്തതിനെ കുറിച്ചാണ്. അത് ആധികാരികമായി തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി അതിനെ വിശദീകരിച്ചത്. എന്താണ് ഇതിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ? ഏത് രീതിയിലാണ് അതിനെ എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നതൊപ്പം BJP എങ്ങനെയാണ് ഈ ആരോപണങ്ങളെ കാണുന്നത്? പ്രജിൻ, ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാതെ ഇനിയും തൻ്റെ കൈവശമുണ്ടെന്നും അത് പിന്നീട് പൊട്ടിക്കുമെന്നുമാണ് രാഹുൽ വ്യക്തമാക്കിയത് ആമുഖമായി തന്നെ. എന്നാൽ ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ അത് തെരഞ്ഞെടുത്ത് നീക്കം ചെയ്യുന്ന നടപടിയുണ്ടായി 2023 തെരഞ്ഞെടുപ്പിനിടെ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അത് യാദൃച്ഛികമായി പിടിക്കപ്പെടുകയായിരുന്നു. ഇതുകൂടാതെ ഇത്തരത്തിൽ വോട്ട് നീക്കം ചെയ്തത് എങ്ങനെയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 14 മിനിറ്റ് കൊണ്ടാണ് 12 വോട്ടുകൾ നീക്കം ചെയ്തത്. അത് സൂര്യകാന്ത് എന്ന ആളുടെ മൊബൈൽ ഫോണിൽ വഴിയാണ് ഈ ലോഗിൻ ചെയ്യുകയും ഇത് നീക്കം ചെയ്യുകയും ഉണ്ടായത്. ഈ സൂര്യകാന്തിനെയും വോട്ട് നീക്കം ചെയ്യപ്പെട്ട ആളുകളെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി എത്തിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. തങ്ങളുടെ അറിവില്ലാതെയാണ് ഈ വോട്ടുകൾ നീക്കം ചെയ്തത് എന്ന് ഈ വോട്ട് നീക്കം ചെയ്യപ്പെട്ടവരും താൻ അറിയാതെയാണ് തൻ്റെ പേരിലുള്ള മൊബൈൽ ഉപയോഗിച്ച് ഈ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്ന് സൂര്യകാന്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ഇതിനെല്ലാം പിന്നിൽ ആസൂത്രിതമായ ഒരു കേന്ദ്ര ബിന്ദു പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്രീകൃതമായ ഒരു നടപടിയാണ് ഈ ഉണ്ടാകുന്നത് എന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. കർണാടകയ്ക്കൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും സമാനമായ നീക്കങ്ങൾ ഉണ്ടായി എന്നും ഇത് പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കർണാടക CID. ഇതിൽ തെളിവുകൾ തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് 2023 ഫെബ്രുവരിയിൽ കത്തയച്ചു. അതിന് ഓഗസ്റ്റിൽ ഭാഗികമായ ചില വിശദീകരണങ്ങൾ, തെളിവുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. ഇത്തരത്തിലുള്ള ഈ വോട്ട് നീക്കം ചെയ്യാൻ ലോഗിൻ ചെയ്ത IP മേൽവിലാസം, കൂടാതെ ഇവരുടെ പേരുകൾ, ഇവർ ഉപയോഗിച്ച മൊബൈൽ നമ്പറുകൾ അടക്കമുള്ള വിശദ വിവരങ്ങൾ തേടി 18 മാസങ്ങൾക്കിടെ 18 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള തെളിവുകളും നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നും വോട്ട് കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എന്നുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. അതേസമയം രാഹുലിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. ആലന്ദിൽ ചില ശ്രമങ്ങൾ ഉണ്ടായി എന്നും അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ആർക്കും ഓൺലൈൻ വഴി ഇത്തരത്തിൽ വോട്ട് നീക്കം ചെയ്യാനാകില്ല, വോട്ട് നീക്കം ചെയ്യപ്പെടും മുമ്പ് ഈ വോട്ടർമാരുടെ വിശദീകരണം തേടാറുണ്ട് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. പ്രജിൻ, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.